നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ എവിടെയാണെന്നറിയോ? നമ്മൾ വടകരയിൽ നിന്ന് വരുന്ന കാഴ്ചകളാണ് ഇത്ര നിങ്ങൾ കണ്ടത്. വടകര ബീച്ചിൽ, അതായത് സാൻഡ് ബാഗ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ മനസ്സിലായല്ലോ, ഈ പ്രാവശ്യം നമ്മൾ വടകരയുടെ കാഴ്ചകളാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സാൻഡ് ബാഗ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞാൻ നടന്ന് നമ്മുടെ സാൻഡ് ബാഗ്സിൻ്റെ ഒരു അറ്റത്തെത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നത് മനസ്സിലായോ എന്താന്ന്? ഇപ്പോൾ സൂം ചെയ്ത് കാണിച്ച സ്ഥലമാണ് വെള്ളിയാം കല്ല് എന്ന് പറഞ്ഞ സ്ഥലമാണിത്. അതോ അവിടെ കാണുന്നത്. പിന്നെ ഞാൻ നേരത്തെ സർപ്രൈസ് പറഞ്ഞില്ലേ, ആ സർപ്രൈസാണ് ഇത് അവിടെ കാണുന്നത്. അതായത് ഇപ്പം നമ്മളൊരു സൂപ്പർ ഹിറ്റ് ഫിലിമില്ലേ ലാലേട്ടൻ്റെ മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം, നമ്മുടെ കുഞ്ഞാലി മരക്കാരുടെ ആ സ്ഥലത്തിൻ്റെ ഭാഗമാണ് ആ കാണുന്നത്. നമ്മളിപ്പോൾ ഇതുവഴി നമുക്ക് പോകാൻ പറ്റത്തില്ല. നമ്മൾ തിരിച്ച് നേരത്തെ പറഞ്ഞ സർപ്രൈസ് അതാണ്. ഇവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ വടകര പോവും. വടകരയിൽ നിന്ന് ക്രാഫ്റ്റ് ഇരിങ്ങൽ ആ ഭാഗത്തേക്കൂടെ ഞങ്ങൾ നേരെ അവിടെ എത്തും. ഇതൊരു പുഴ വരുന്ന ഭാഗമാണ്. പുഴയുടെ ഭാഗങ്ങളാണ് കാണുന്നത്. പുഴ വന്ന് കടലിനോട് ചേരുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ കുഞ്ഞാലി മരക്കാരുടെ സ്ഥലം നോക്കി ഇറങ്ങുന്നതായത്. അപ്പോഴാണ് നമ്മൾ വടകരയിലെ സാൻഡ് ബാഗ്സ് കാണിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് പക്ഷേ നന്നായി രാവിലെ വന്നപ്പോൾ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല. പിന്നെ അങ്ങനെ ഞാൻ പുറത്ത് വന്ന് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? അപ്പം അടിപൊളിയല്ലേ കാഴ്ചകൾ? ഇതാ ഞാൻ ഒന്നും കൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. അതാണ് വെള്ളിയാം കല്ല് എന്ന് പറയുന്നത് നമ്മുടെ എം മുകുന്ദൻ സാറുടെ മയ്യഴിയുടെ തീരങ്ങൾ എന്ന് പറഞ്ഞ നോവലിലുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു കഥയിലുള്ള ഒരു ഭാഗമാണ് ഇത് ഈ കാണുന്ന വെള്ളിയാം കല്ല് എന്ന് പറഞ്ഞ സാധനം. ഞാൻ 2 പ്രാവശ്യം സൂം ചെയ്ത് കാണിച്ചിരുന്നു. ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നിൽക്കുന്ന സമയത്ത് കാണിച്ചു തരാം. ഇതാ കാണുന്നതാണ്. എൻ്റെ ക്യാമറയിൽ സൂം ചെയ്യുന്ന സമയത്ത് ഭയങ്കര അടുത്ത് നിൽക്കുന്ന പോലെയില്ലേ. അപ്പം ഇതാണ് നമ്മുടെ പ്രശാന്ത് വടകര. മാസ്കാലത്ത് പ്രശാന്ത് ഇനിയെ അറിയട്ടെ. നമ്മളെ വടകരയുള്ള എൻ്റെ ഫ്രണ്ടാണ് പ്രശാന്ത്. നമ്മളെ സിനിമയിൽ ആർട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണിത്. പിന്നെ അപ്പം സാൻഡ് ബാഗ്സിൽ ഇപ്പം തുറന്നിട്ടുണ്ട്. നമ്മൾ ഉള്ളിൽ പോകുന്നില്ല, ഇതെല്ലാം ലേറ്റ് ആവും. നമ്മളെന്തായാലും ഈ കുഞ്ഞാലി മരക്കാരുടെ ഭാഗത്തേക്ക് പോട്ടെ. എന്നാൽ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. സാൻഡ് ബാഗ്സിൻ്റെ മുമ്പിലുള്ള കാഴ്ചകളാണ് ഇതേ കാണുന്നത്. ഇവർ നന്ന രാവിലെ ആയതുകൊണ്ട് തിരക്കുകളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എന്നാൽ ശരി, നമ്മളിന്ന് യാത്ര തുടങ്ങട്ടെ.
അങ്ങനെ നമ്മൾ സാൻഡ് ബാഗ്സ് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇനി കുഞ്ഞാലി മരക്കാരൻ്റെ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. പ്രശാന്ത്, ആ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? കോട്ടക്കൽ. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വന്ന് വഴി നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, തിരിച്ചു പോകുന്ന ഒരു കുഞ്ഞിരാമൻ വക്കീൽ പാലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ റോഡാണ്, അവിടെയുള്ള പാലമാണ് നിങ്ങൾ കണ്ടത്. അതിൻ്റെ കാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ചെറിയ വഴിയിലേക്കൂടെ ഞങ്ങൾ ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് എത്തി. എന്നിട്ട് ടൗണിൻ്റെ ഉള്ളിലേക്കൂടെ വേണം കടന്ന് ഹൈവേയിലെത്താൻ. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. എടുക്കുന്നുണ്ട്. യൂട്യൂബ്. ആ ഇതാ ഏതായാലും എടുക്കുന്നുണ്ട്. ഓക്കെ. ആ ട്രാവൽ വിത്ത് സന്ദീപ്. ഷുവറാ? അപ്പം ഞാൻ ഇവിടെ റെയിൽവേ ക്രോസിൽ ഇങ്ങനെ കുടുങ്ങിയ സമയത്ത് വന്ന് നമ്മുടെ വടകര റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ കണ്ടത്. വടകര റെയിൽവേ സ്റ്റേഷനാണ് കണ്ടത്. അപ്പം കുടുങ്ങിയ സമയത്ത് ഞാൻ വെറുതെ അതിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ 3 കുട്ടികൾ, ഏട്ടാ നമ്മൾ എടുക്ക്, എന്നെ എടുക്ക്, എന്താ പേര്, ഇതിങ്ങനെ എപ്പോഴും ചോദിക്കും. ഒരു രസമല്ലേ? അപ്പോൾ ഏതായാലും ഞാൻ ഇവിടുന്ന് പറയാൻ വിചാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മളിപ്പം വന്ന് കുഞ്ഞിരാമൻ വക്കീൽ റോഡുണ്ടല്ലോ, അവിടെയാണ്, ആ ഭാഗത്താണ് പാക്കയിൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം. എന്താ പറയുക, നമ്മുടെ പണ്ട് കാലത്തൊക്കെ ഈ ബക്കറ്റിന് പകരം സിമെൻറ്റിൻ്റെ ബക്കറ്റുള്ള ഇത് ഈ കാണുന്നത്. നേരത്തെ വരുമ്പോൾ കാണിച്ച കാഴ്ചകളാണ് ഇതെല്ലാം. ഈ ഭാഗത്ത് നിറച്ചു അതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമായിരുന്നു അവരുന്ന ഭാഗത്ത് കണ്ടത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് മുന്നോട്ടെത്തുമ്പോഴാണ് മനസ്സിലായത് ഇത് യൂട്യൂബ് ചാനലിലേക്ക് വന്നു. ഇനി നമ്മൾ പോകുന്നത് വടകര റെയിൽവേ സ്റ്റേഷനിലൂടെയാണ്. റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1907 ഈ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത്. വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ അകലെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പം ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞാലി മരക്കാരുടെ സ്ഥലത്തേക്കാണ്.
കോട്ടക്കൽ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. എന്തായിരുന്നു കോട്ടക്കലല്ലേ സ്ഥലത്തിൻ്റെ പേര്? കോട്ടക്കൽ. അപ്പം ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങൾ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് തലശ്ശേരി എന്നാണ് പറയുന്നത്. കഴിഞ്ഞ തലശ്ശേരി പോയതുകൊണ്ട് തലശ്ശേരി എന്നായിപ്പോയി. വടകരയുടെ ടൗണിൻ്റെ ഭാഗങ്ങൾ കാണിച്ചിട്ടില്ല. ഉള്ളിൽ ടൗണിൻ്റെ ഭാഗത്തേക്ക് പോവാതെ ഞങ്ങൾ നേരെ ഹൈവേയിലേക്ക് വന്നു. അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്കൂടെ ഹൈവേയിലേക്ക് വന്നു. ഇനിയിപ്പം ഈ ഭാഗങ്ങളിൽ ക്രാഫ്റ്റ് വില്ലേജ് കാണിക്കണം. അതേപോലെ നമ്മുടെ മെയിൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ കുഞ്ഞാലി മരക്കാരുടെ ആ സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ കരുതി നമ്മുടെ കുഞ്ഞാലി മരക്കാരുടെ സ്ഥലമൊക്കെ വടകര നമ്മുടെ നാട്ടിൻ്റെ അടുത്താണല്ലോ, അതെന്തായാലും ജനങ്ങൾക്കൊന്ന് കാണിച്ചു കൊടുക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണാൻ കരുതിയിട്ട് അങ്ങനെയാണ് ഞങ്ങളിപ്പം അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. ഇത് റോഡിൻ്റെ പണി നടക്കുന്ന ഭാഗമായിട്ട് ലെഫ്റ്റ് സൈഡിലൊക്കെ 4 ലൈൻ റോഡാക്കുന്നതാണ്. നേരെ മുരാട് പാലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് റൈറ്റ് എടുക്കണം. അവിടെയാണ് ഇരിങ്ങൽ എന്ന് പറഞ്ഞ സ്റ്റോപ്പുള്ളത്. നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് ക്രാഫ്റ്റ് വില്ലേജാണ്. നിങ്ങളിപ്പോൾ കണ്ട കാഴ്ച. ക്രാഫ്റ്റ് വില്ലേജ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്ന് നമ്മുടെ എന്താ പറയുക കോട്ടക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിൻ്റെ അടുത്താണ് കുഞ്ഞാലി മരക്കാരുടെ വീട്. അതിപ്പോൾ മ്യൂസിയമാക്കി മാറ്റി അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഇപ്പോൾ എൻ്റെ കൂടെ 2 ഫ്രണ്ട്സും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ് അല്ല, ഒരാൾ ഫ്രണ്ട് ബാബു ഏട്ടൻ എന്ന് പറയും, പിന്നെ അവരെ മോനും. ഞാനിപ്പം വണ്ടി നിർത്തിയിട്ട് ഞാൻ അവരെയും കാണിച്ചു തരാം. അവരാണ് നമുക്ക് ഈ കുഞ്ഞാലി മരക്കാരുടെ സ്മാരക മ്യൂസിയം കാണിക്കുന്നത്. ഇതാ അവിടെ ഞങ്ങൾ എത്തി. ആ കാണുന്നതാണ് ഇത്. ഇതാ അങ്ങനെ നമ്മളിപ്പോൾ കുഞ്ഞാലി മരക്കാരുടെ വീടിൻ്റെ മുമ്പിലെത്തി. അതിപ്പോൾ മ്യൂസിയമാണ്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ വണ്ടിയിൽ ഒരാളും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്, ബാബുവട്ടൻ. എൻ്റെ ഫ്രണ്ടാണ് ബാബുവട്ടൻ. ബാബുവട്ടൻ്റെ മോനാണിത് ആൽവിൻ. 5ാം ക്ലാസ് പഠിക്കുന്നത്. ഹായ് പറയാൻ ആൽവിൻ. അങ്ങനെ പ്രശാന്തിൻ്റെ ഫ്രണ്ട് ബാബുവട്ടൻ. അപ്പോൾ നമ്മളും കൂടെ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. മ്യൂസിയത്തിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. കാണിച്ചു തരാം, മ്യൂസിയം. വാ. ഞാൻ കുഞ്ഞാലി മരക്കാർ എൻ്റെ വീടിൻ്റെ മുമ്പിലാണുള്ളത്. അപ്പം ഇവിടെ നിന്ന് ഉള്ളിൽ പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് അതിൻ്റെ അനുമതി വാങ്ങണത്രേ. പുരാവസ്തു വകുപ്പിൽ നിന്ന് അനുമതി വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രമേ, അവരെ പെർമിഷൻ കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ എങ്കിൽ സ്റ്റില്ലെടുത്തോളം പറഞ്ഞ് അങ്ങനെ സ്റ്റില്ലെടുത്തിട്ടുണ്ട്. കുഞ്ഞാലി മരക്കാരുടെ ഇപ്പം പഴയ
പഴയ വീടാണ് ഈ കാണുന്നത്. വടകരയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്ററിന് ഉള്ളിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് ഏകദേശം 400 വർഷം പഴക്കമുള്ള കുഞ്ഞാലി മരക്കാരുടെ വീടാണിത്. നിങ്ങളിപ്പോൾ കാണുന്ന സ്റ്റിൽ ഫോട്ടോ ആണ്. ഉള്ളിലുള്ള മ്യൂസിയത്തിൻ്റെ ഉൾക്കാഴ്ചകൾ നമുക്കിനി കാണാം. മരക്കാർ കോട്ടയുടെ മാതൃകയാണ് ഈ കാണുന്നത്. സാമൂതിരിയുടെ നാവിക പടത്തലവൻ എന്നാണ് മരക്കാരുടെ സ്ഥാനപ്പേര്. ഇവർ 4 പേർ ഉണ്ടായിരുന്നു. 1ഉം 2ഉം പൊന്നാനിയിലായിരുന്നു. കുഞ്ഞാലി ഒന്നാമൻ കുട്ടിയേരി മരക്കാർ, രണ്ടാമൻ കുട്ടിപ്പോക്കറലി മരക്കാർ. ഏറ്റവും കൂടുതൽ കാലം സാമൂതിരിയുടെ പടത്തലവനായത് ഏറ്റവും ശക്തനും പ്രബലനും കുഞ്ഞാലി രണ്ടാമനായിരുന്നു. ഇവർ രണ്ടാളും പോർച്ചുഗീസുകാരുമായുള്ള ഏറ്റുമുട്ടലിൽ മരണപ്പെടുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ കുഞ്ഞാലി മൂന്നാമൻ പട്ടുമരയ്ക്കാർ, അദ്ദേഹമാണ് കോഴിക്കോട് ചാലിയം കോട്ട പിടിച്ചിരുന്നത്. പോർച്ചുഗീസുകാരുടെ കോട്ടയാണ് ചാലിയം കോട്ട. സാമൂതിരിയുടെ കഴുത്തിനു നേരെ നീണ്ട പീരങ്കി എന്നാണ് ചാലിയം കോട്ട ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. 1571 പൊന്നാനിയിൽ നിന്ന് ഇവിടെ വന്ന് കോട്ട കെട്ടുന്നതും കുഞ്ഞാലി മൂന്നാമനാണ്. 1575 കോട്ടയുടെ പണി പൂർത്തിയായി. കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ കോട്ട കെട്ടിയത് കൊണ്ടാണ് ഇവിടെ കോട്ടയ്ക്കൽ എന്ന് അറിയപ്പെടുന്നത്. 4ാമനാണ് മുഹമ്മദ് മരക്കാർ. 5 വർഷത്തോളം മാത്രമേ സാമൂതിരിയുടെ പടത്തലവനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 3 കുഞ്ഞാലിമാരും വിഭിന്നമായി സ്വയം ഭരണാധികാരിയുടെ പരിവേഷം അണിഞ്ഞത് അറബി വ്യാപാരികളുടെ രാജാവും ഇസ്ലാമിൻ്റെ സംരക്ഷകൻ എന്ന ബിരുദങ്ങൾ സ്വയം സ്വീകരിച്ചു. ഇത് സാമൂതിരിയുമായുള്ള വിദ്വേഷത്തിന് കാരണമായി. പിന്നീട് തന്ത്രപരമായി സാമൂതിരിയെ പോർച്ചുഗീസുകാർ വരുതിയിലാക്കുകയും മരക്കാർക്കെതിരെ നിലകൊള്ളുകയും ചെയ്തു. അങ്ങനെ പോർച്ചുഗീസുകാരും സാമൂതിരിയും ചേർന്ന് കുഞ്ഞാലി 4ാമനെ പിടിച്ചു. പോർച്ചുഗീസുകാർ ഗോവയിലെത്തിച്ച് അദ്ദേഹത്തെ ശിരച്ഛേദം ചെയ്ത് കൊലപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ കോട്ടകൾ തകർക്കുകയും ചെയ്തു. അതിൽ അവശേഷിക്കുന്നതാണ് ഈ കാണുന്ന വീടും പിന്നെ ഇതിനോടടുത്തുള്ള പള്ളിയും. ഇപ്പം മ്യൂസിയത്തിനുള്ളിൽ കണ്ട വസ്തുക്കൾ ഈ പ്രദേശത്തു നിന്നും കിട്ടിയ പുരാവസ്തുക്കളാണ്. പഴയ കാലത്തെ പാത്രങ്ങളും നാണയങ്ങൾ, വാളുകളൊക്കെയായിരുന്നു അത്. ഇതോടുകൂടി ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോയിൽ നാളെ കാണാം. അപ്പോൾ താങ്ക്